محمد صل على محمد صل على نبينا صل على محمد. Oke, jalan aja buka bentar. Assalamualaikum. Allahu Ekber. Allahu Ekber. Allahu Ekber. Allahu Ekber. Asyhadu an la ilaha illallah. Asyhadu an la ilaha illallah. Asyhadu anna Muhammadar Rasulullah.
الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു തആല ഇന്ന് വീണ്ടും നമുക്ക് ജൽസ സലാന യുകെയിൽ പങ്കെടുക്കുന്നതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ മാസം ജർമ്മനിയുടെ ജൽസ സലാന സംഘടിപ്പിച്ചു. പിന്നെ ലോകത്തെ വലിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കാനഡയുടെ ജൽസയും കഴിഞ്ഞു. ജർമ്മനി ജൽസയുടെ ദിവസങ്ങളിൽ തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ മാസം അമേരിക്കയുടെ ജൽസ സലാനയും കഴിഞ്ഞു. ലോകത്തെ ഇനിയും ധാരാളം രാജ്യങ്ങളിൽ ജൽസകൾ നടന്നു. വളരെ മഹത്തായ രീതിയിൽ എല്ലായിടത്തും ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും വാഗ്ദാനം പൂർത്തിയായതായി നാം കാണുന്നു. ഏതായാലും UK ജൽസ സലാനയുടെ സ്വയം ഒരു പ്രാധാന്യത ഈ രീതിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ലോകത്തിൻ്റെ ദൃഷ്ടി ഇങ്ങോട്ടാണുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും എല്ലാ നിലയിലും ഈ ജലസയ്ക്ക് ഒരു അന്തർജാതീയത ഇവിടെ സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ഈ ജൽസ UK ജൽസ മാത്രമല്ല, എന്നാൽ ഞാൻ ജർമ്മൻ ജൽസയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പോൾ ജർമ്മൻ ജൽസയും അന്താരാഷ്ട്രീയ ജൽസയുടെ നിലവാരം പ്രാപ്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ധാരാളം രാഷ്ട്രങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഹാജറിൻ്റെ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ ജർമ്മൻ ജൽസയുടെ ഹാജർ നില ഇവിടത്തേക്കാൾ കൂടുതലായിരിക്കും. എന്നായിരുന്നാലും മർക്കസി ജൽസ UK തന്നെയാണ്. ഇവിടെ പങ്കെടുക്കുന്നതിന് പുറം രാജ്യക്കാരുടെ പ്രയത്നം കൂടുതലായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഖിലാഫത്തിൻ്റെ മർക്കസ് ഇവിടെയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമ്മളും മറ്റുള്ളവരും UK ജൽസയിൽ പങ്കെടുക്കുന്നതിനായി ശ്രമിക്കുന്നു. ഈ രീതിയിൽ ജൽസയുടെ കാര്യകർത്താക്കളുടെ ഉത്തരവാദിത്വവും വളരെ വർദ്ധിക്കുന്നു.
പിന്നെ ഇവിടെ ഈ താൽക്കാലിക പട്ടണം ഹദീഖത്ത് മഹദി ഉണ്ടാക്കിയിരിക്കുന്നു, വസിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഏർപ്പാടുകളും പ്രത്യേക ശ്രദ്ധ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ കാരണം കൊണ്ട് ഞാൻ കാര്യകർത്താക്കൾക്ക്, കാർക്കുനാന്മാർക്ക് അവരുടെ ജോലികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഉണർത്തുന്നത് പോലെ ഇപ്പോൾ ഇത് സംബന്ധമായി ആദ്യം സംസാരിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് UK വസിക്കുന്ന അഹമ്മദി വൃദ്ധർ, യുവാക്കൾ, കുട്ടികൾ, പിന്നെ സ്ത്രീകളും പെൺകുട്ടികളും കഴിഞ്ഞ 35 വർഷമായി ഖിലാഫത്തുൽ മർക്കസ് ഇവിടേക്ക് മാറിയത് മുതൽ ജൽസ കാലത്തിൻ്റെ ഖലീഫയുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. ജൽസയുടെ ഏർപ്പാടുകൾ ചെയ്യുന്നു. പിന്നെ ഡ്യൂട്ടികൾ വളരെ ആഹ്ലാദ ഹൃദയത്തോടെ ചെയ്തു വരുന്നു. എന്നാൽ ജൽസ സലാനയുടെ ചരിത്രം UK വളരെ പഴയതാണ്. എന്നാൽ അക്കാലത്തെ ജലസകൾ ഒരുപക്ഷെ ഇവിടുത്തെ ഒരു ഹൽക്കയുടെ മാസാന്തര യോഗത്തേക്കാൾ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറവായിരുന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 35 വർഷത്തെക്കുറിച്ച് സൂചന നൽകിയത് അത് ഖിലാഫത്തെ അഹമ്മദിയയുടെ മർക്കസിൻ്റെ UK ജൽസയുടെ ചരിത്രമാണ്. ഏതായിരുന്നാലും പ്രാരംഭത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജൽസകളിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല സ്വയം വളരെയധികം മാർഗനിർദ്ദേശം നൽകുമായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട് ഏർപ്പാടുകൾ ചെയ്യേണ്ടതിലേക്ക്. പാകിസ്ഥാനിലെ ചില ഭാരവാഹികളുടെയും സഹായം തേടേണ്ടി വന്നിട്ടുണ്ട്. അവർ ഇവിടുത്തെ സംഘാടകരോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു. ലങ്കറിൻ്റെ ഏർപ്പാട് ഒരു വളരെ വലിയ ഏർപ്പാടാണ്. ഇവിടെ സാധന സാമഗ്രികളും നാം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ ഇതുപോലെ ഇല്ല. അതുകൊണ്ട് 4-5,000 പേർക്കുള്ള ഏർപ്പാട് ചെയ്യലും പ്രാരംഭത്തിൽ പ്രയാസമായിരുന്നു. ഏതുപോലെ 2-2.5 ലക്ഷത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നത് പോലെയായിരുന്നു. ഞാൻ ഖിലാഫത്തിൻ്റെ ഇവിടേക്കുള്ള ഹിജ്റത്തിന് ശേഷം ആദ്യമായി 1988 ജൽസയിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഏർപ്പാടുകളുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കാമായിരുന്നു. അതായത് 5,000-6,000 പേർക്കുള്ള ഏർപ്പാട് ചെയ്യുന്നതും ഇവരെ എത്രയധികം ബുദ്ധിമുട്ടിലാക്കുന്നു. ഏതായാലും ഇന്ന് നാം കാണുന്നത് ഏർപ്പാടുകളിൽ ഇവിടുത്തെ കാർക്കുനാൻ ഒരുപക്ഷെ റബുവിലെ കാർക്കുനാന്മാരെ സഹായിക്കുവാൻ കഴിവുള്ളവരായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കാര്യവാഹകരുമായി ജൽസയുടെ ഏർപ്പാടുകളുടെ പര്യവേക്ഷണത്തിന് ശേഷം ഭക്ഷണമുണ്ടായിരുന്നു. അതിൽ എൻ്റെ അടുത്തായി റബുവയിൽ നിന്ന് വന്ന ഒരു നാസിർ ഉമറെ ഖാരിജ, അദ്ദേഹം നായിബ് അഫ്സർ ജൽസ സലാനയുമാണ്, ഇരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം ഞാൻ കണ്ടത് അദ്ദേഹം റബുവയിൽ നിന്ന് വന്ന ഒരു കാര്യവാഹകൻ പ്രതിനിധിയെ വിളിച്ചു എന്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? പറയുകയുണ്ടായി, ഈ റൊട്ടി നാം തിന്നുന്നത് ലങ്കറിലേത് ഇത് വളരെ നല്ല റൊട്ടിയിൽ നാബുവയിൽ റൊട്ടി ഉണ്ടാക്കുന്നത് ട്രയൽ ചെയ്യുന്നുണ്ട്. അവിടെയും അള്ളാഹിൻ്റെ കരുത്താൽ സ്ഥിരമായി ട്രയൽ ചെയ്തു വരുന്നു. ലങ്കർ ഖാന താൽക്കാലികമായി ഒരു ദിവസത്തേക്കോ കുറച്ച് ദിവസത്തേക്കോ നടത്തുന്നു. അങ്ങനെ മെഷീനുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജോലിയുടെ ശീലം ഉണ്ടായിത്തീരുന്നു, ഡ്യൂട്ടിയുടെ ശീലം ഉണ്ടായിത്തീരുന്നു. എന്തായിരുന്നാലും പറയുന്നു, അവിടെ നമ്മുടെ റൊട്ടി അത് ഈ നിലവാരത്തിലുള്ളതല്ല. പറയുകയുണ്ടായി, ഞാൻ ആ കാര്യനിർവാഹകനോട് പറയുകയായിരുന്നു, ഇവിടുത്തെ റൊട്ടി പ്ലാന്റുകാരോട് ഈ റൊട്ടിയുടെ നിലവാരം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അന്വേഷിക്കുക. ആട്ടയുടെയും വെള്ളത്തിൻ്റെയും അനുപാതം എന്താണ്? ഈ അനുപാതം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരോട് കുറിപ്പ് ചോദിക്കുക. അങ്ങനെ അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ അനുഭവത്തിന് ശേഷം
എത്ര പ്രാവീണ്യമുള്ളവരായി തീർന്നുവെന്നാൽ അവരുടെ റൊട്ടി റബ്വയിലെ ഓഫീസർമാർക്ക് പോലും ഇഷ്ടമായി തുടങ്ങിയിരിക്കുന്നു. ഈ പ്രാവശ്യം റൊട്ടി പ്ലാന്റിൽ ജോലി ചെയ്യുന്നവർ, യുവ എഞ്ചിനീയർമാർ പൊടി കുഴിക്കുന്ന മെഷീനിലും ചില പുരോഗതികൾ വരുത്തിയിട്ടുണ്ട്. ഇതുമൂലം പൊടി എടുക്കുന്നതിന് കൂടുതൽ എളുപ്പമായി തീർന്നിരിക്കുന്നു. റൊട്ടി പ്ലാന്റിന്റെ ഇൻചാർജ് ഈ എഞ്ചിനീയറും യുവാവാണ്, വഖഫനുവാണ്. ഇതിൽ ജോലി ചെയ്യുന്ന അവരുടെ ടീം അംഗങ്ങളും അവർ ഒരു പ്രയത്നത്തിലാണ്. അതായത് ഇതിനെ കൂടുതൽ നന്നാക്കുക. പൊടി കുഴക്കുന്ന മെഷീനിൽ നിന്ന് തുടങ്ങി പാകം ചെയ്യുന്ന മെഷീൻ വരെ പൊടി നേരെ എത്തിച്ചേരണം. ഇപ്പോൾ ബക്കറ്റുകൾ കൊണ്ട് ആട്ട എത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യനിർവാഹകർ അവരുടെ ആവശ്യകത ഇല്ലാതാക്കും. അതിനർത്ഥം ഈ ആട്ട മെഷീനുകൾ മൂലം കാര്യനിർവാഹകരെ സേവനത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നല്ല. ഈ കാര്യനിർവാഹകരെ മറ്റിടങ്ങളിൽ നല്ല സേവനത്തിനായി നിയമിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇത് തന്നെയാണ് നമ്മുടെ ജമാഅത്തിന്റെ അഭിമാനവും. അതായത് കുട്ടിക്കാലം മുതൽ വലുതാകുന്നതുവരെ നമ്മുടെ കാര്യനിർവാഹകർ വളരെ സന്തോഷഹൃദയത്തോടെ എല്ലാ പ്രവർത്തികളും ജോലികളും ഏറ്റവും നല്ല കഴിവോടുകൂടി ചെയ്യുന്നതിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും എൻ്റെ വിവരണത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. അതായത് 4-5,000 പേർക്ക് ഭക്ഷണം കഴിപ്പിച്ചിരുന്ന ആ കാലം എവിടെ? അതൊരു ചാലഞ്ചായിരുന്നു. 90% റൊട്ടിയും അങ്ങാടിയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് റൊട്ടി പ്ലാന്റ് വാങ്ങിയിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അത് കേടായിക്കൊണ്ടിരുന്നു. എഞ്ചിനീയർമാർ സ്ഥിരമായി അവിടെ ഇരിക്കേണ്ടി വരുന്നു. അതിൽ നമ്മുടെ പഴയ എഞ്ചിനീയർമാർ ധാരാളം ജോലി ചെയ്തിരുന്നു. ആ പ്ലാന്റിൽ നിന്നും കേവലം കുറച്ച് 1000 റൊട്ടി മാത്രം ഉണ്ടാക്കുമായിരുന്നു. അത് വൃത്തത്തിലായിരുന്നില്ല, ഒരു ബ്രെഡിന്റെ മാതിരിയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 35-40,000 ആളുകൾക്കായി റൊട്ടി സ്വയം ഉണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് റൊട്ടി ഉണ്ടാക്കുന്നു. അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ജനങ്ങൾക്കും ആളുകൾക്കും ഇഷ്ടമായി. സമയാസമയങ്ങളിൽ റൊട്ടി ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുൻപുണ്ടാക്കിയിരുന്ന റൊട്ടിയേക്കാളും വളരെ മുന്തിയതാണ്. അല്ലാഹു തആല ഈ ജോലി ചെയ്യുന്ന യുവാക്കൾക്ക് കൂടുതൽ ഇവരുടെ കഴിവിൽ വർധനവ് കൊടുക്കുമാറാകട്ടെ, ബുദ്ധിയും നൽകുമാറാകട്ടെ, അതിൽ വർധനവ് നൽകുമാറാകട്ടെ. അങ്ങനെ ജൽസയിലെ അതിഥികൾക്ക് മുമ്പത്തേക്കാൾ ഉപരിയായി സേവനം ചെയ്യുന്നവരാകട്ടെ. ഇതുപോലെ ലങ്കർ ഖാനയിൽ ആഹാരം പാകം ചെയ്യുന്ന ടീം, അവർ തങ്ങളുടെ ഇൻചാർജുമാരോടൊപ്പം വളരെ പരിശ്രമത്തോടും ശ്രദ്ധയോടും കൂടി ജോലി ചെയ്യുന്നു. ആഹാരത്തിൻ്റെ നിലവാരം വളരെ ഉയർന്നതാണ്. അള്ളാഹു ഈ 3 ദിവസങ്ങളിലും നന്നാക്കി വയ്ക്കുമാറാകട്ടെ. ഇനി ലങ്കർ ഖാനയുമായി ബന്ധപ്പെട്ട് ചെമ്പുകൾ കഴുകുന്ന വിഭാഗമുണ്ട്. ഇതും വളരെ വലിയ ജോലിയാണ്. ഇവർക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയർമാർ നിർമ്മിച്ച ചെമ്പുകൾ കഴുകുന്ന മെഷീൻ വരുത്തി കൊടുത്തു. ജർമ്മനിക്കാർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അവിടെ നല്ലവണ്ണം വിജയിച്ചിരുന്നു. അവർ ഇതിനെ നല്ലവണ്ണം അംഗീകരിക്കുന്നു. വളരെ പെട്ടെന്ന് ഈ മെഷീൻ ചെമ്പ് കഴുകി സ്വയം പുറത്തെടുക്കുന്നു. ഇവിടെ നമ്മുടെ വിഭാഗം 2-3 കൊല്ലം ഈ മെഷീൻ ഉപയോഗിച്ചു. ഇതിൻ്റെ കൂടെ കൈകൊണ്ടും ചെമ്പ് കഴുകിക്കൊണ്ടിരുന്നു. ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. ഈ മെഷീൻ തീർച്ചയായും ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ ഉപയോഗിച്ചു. എന്നാൽ കഴിഞ്ഞ കൊല്ലം മുതൽ അവർ വളരെ വിനയത്തോടുകൂടെ പറയാൻ തുടങ്ങി, ഞങ്ങളെ കൈകൊണ്ട് തന്നെ കഴുകാൻ വിടുക. ഞങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചെമ്പുകൾ കഴുകുന്നതാണ്. മാത്രമല്ല 3-1 സമയം കൊണ്ട് കഴുകുന്നതാണ്. അതായത് മെഷീൻ ഒരു ചെമ്പ് കഴുകുന്ന സമയം കൊണ്ട് ഞങ്ങൾ 3 ചെമ്പ് കഴുകുന്നതാണ്. കഴുകുന്നതും അതിനേക്കാൾ വൃത്തിയായും നല്ല നിലയിലും.
ഞാൻ തമാശയിൽ അവരുടെ ഇൻചാർജിനോട് വന്ന് പറഞ്ഞു, ഈ വിഭാഗത്തിൽ നിങ്ങൾ ഏതോ ഒരു ജിന്ന് വച്ചിട്ടുണ്ട്, അത് വൃത്തിയാക്കുന്നു. ജർമ്മനിക്കാർ ഇതുവരെ ഇക്കാര്യം അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല. അതായത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ആരെങ്കിലും ചെമ്പ് കഴുകുമെന്നത്. ഏതായിരുന്നാലും ഈ വിഭാഗത്തിൽ വളരെ കഠിനാധ്വാനം ഇവർ ചെയ്യുന്നു. കേവലം അധ്വാനം മാത്രമല്ല, വളരെ പ്രയാസമേറിയ കഠിനാധ്വാനമാണ്. പാകിസ്ഥാൻ കാദിയാനിൽ ആണെങ്കിൽ ഈ ജോലി കൂലിക്കാരെ കൊണ്ട് കൊടുത്ത് ചെയ്യിക്കുന്നു. എന്നാൽ ഇവിടെ വളരെ ആത്മാർത്ഥതയോടെ ആവേശത്തോടെ കാര്യനിർവാഹകർ ഈ പ്രവൃത്തി ചെയ്യുന്നു. പിന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന വിഭാഗമുണ്ട്. ഇതിലും ഈ പ്രാവശ്യം നാം പുരോഗതിക്ക് ശ്രമിച്ചിട്ടുണ്ട്. സ്ഥലവും മാർഗിക വലുതാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അതിഥികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് സാവധാനം ഭക്ഷണം കഴിപ്പിക്കാവുന്നതാണ്. ഇനി മറ്റു വിഭാഗങ്ങളുണ്ട്. ശുദ്ധിയുടെ വിഭാഗമുണ്ട്, കാർ പാർക്കിംഗ് വിഭാഗമുണ്ട്, ട്രാഫിക് വിഭാഗമുണ്ട്, ജൽസഗാഹിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. സെക്യൂരിറ്റിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട വിഭാഗമുണ്ട്. ഇതുപോലെ ഇനിയും പലതര വിഭാഗങ്ങളുണ്ട്. തങ്ങളുടെ തലങ്ങളിൽ എല്ലാ വിഭാഗവും പ്രാധാന്യമേറിയതാണ്. ഈ എല്ലാ വിഭാഗങ്ങളിലും ആയിരക്കണക്കായ കാര്യനിർവാഹകർക്ക് സേവനം ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ കാര്യനിർവാഹകളുമുണ്ട്, അവർക്കും അവസരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവരെല്ലാവർക്കും നല്ല രീതിയിൽ സേവനം ചെയ്യുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതുപോലെ ഞാൻ നിസ്സംശയം പറയാറുള്ളത് പോലെ കാര്യനിർവാഹകരോട് നിങ്ങളുടെ ജോലി ആവശ്യത്തും ആത്മാർത്ഥതയോടും കൂടി നിങ്ങളെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അതിഥികളുടെ സേവനത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ആവശ്യത്തെ അവസാന നിമിഷം വരെ നിലനിർത്തുക. ജൽസക്ക് ശേഷവും വൈൻഡ് അപ്പ് വിഭാഗമുണ്ടായിരിക്കും. അതിൽ ഒരാഴ്ചയെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഈ ആവേശം നിങ്ങൾ നിലനിർത്തി എന്നതിൻ്റെ പ്രകടനം നിങ്ങളുടെ മുഖങ്ങളിലെ പുഞ്ചിരിയിലും പിന്നെ അതിഥികളോട് ആദരവോടും വിനയത്തോടും പെരുമാറുന്നതിൽ കാണേണ്ടതാണ്. അതുകൊണ്ട് കാര്യനിർവാഹകളും ജലസയുടെ അതിഥികളുടെ സേവനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ഇക്കാര്യം എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. അവർ ഈ ജലസയിൽ ഇരട്ടി പുണ്യം സമ്പാദിക്കുകയാണ്, അനുഗ്രഹീതരാകുകയാണ്. ഒന്ന്, ജൽസ സലാനയിൽ പങ്കെടുകൊണ്ട് ജലസയുടെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ട്, മറ്റൊന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അതിഥികളെ സേവിച്ചുകൊണ്ട് ആ ബർക്കത്തുകൾ നേടുകയാണ്. അതിഥി സൽക്കാരം അള്ളാഹുവിന് ഇഷ്ടമാണ്. എത്ര ഇഷ്ടമെന്നാൽ ഇതിൻ്റെ സ്മരണ ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിഥികൾക്ക് ഭക്ഷണം നൽകുന്നത് സാധാരണ കാര്യമായിരുന്നുവെങ്കിൽ അതിഥി വരുന്നതിൻ്റെ സ്മരണയിൽ എല്ലാ പ്രാവശ്യവും അവർക്ക് ഭക്ഷണം നൽകുന്ന കാര്യം പറയില്ലായിരുന്നു. പിന്നെ സലാം ദുആക്ക് ശേഷം ആദ്യ പണി ചെയ്തത് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്ത പശുക്കുട്ടിയെയാണ് സമർപ്പിച്ചത്. അള്ളാഹു പറയുന്നു, ഫമാ ലബിസ അൻ ജാഅ ബിഇദ്നിൻ ഹനീസ്. പിന്നെ ആ ചുട്ടെടുത്ത പശുക്കുട്ടി വളരെ പെട്ടെന്ന് കൊണ്ടുവന്നു. ആ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ആതിഥ്യം അത് ചെയ്തു. തൻ്റെ മൃഗം അറുത്തുകൊണ്ട് അതിഥികൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതും വലിയ ആതിഥ്യമാണ്. പിന്നെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. അതിഥി സൽക്കാരത്തിൻ്റെ ഉന്നത നിലവാരം കാണിച്ചു തന്നു. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥകളനുസരിച്ച് അതിഥി സൽക്കാരം
നാം ചെയ്യേണ്ടതാണ്. ഇവിടെ നാം അതിഥി സൽക്കാരം ചെയ്യേണ്ടത് കഠിനമായി പരിശ്രമിച്ച് പശുക്കുട്ടിയെ തെരഞ്ഞു പിടിക്കലല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നത്, അവർക്ക് പെട്ടെന്ന് എളുപ്പം ലഭിക്കുന്നതും ഉന്നത സൽക്കാരവുമായിരുന്നു. പെട്ടെന്ന് ലഭിക്കുന്നതും എളുപ്പമുള്ളതും ചെയ്യേണ്ടതാണ്. നാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ മാതൃക ഇതിനായി നമുക്ക് മുന്നിലുണ്ട്. കാരക്കയാണ് ലഭിക്കുന്നത്, അത് സമർപ്പിച്ചു. ഇറച്ചിയോ നല്ല നല്ല ഭക്ഷണമോ കിട്ടുമെങ്കിൽ അത് സമർപ്പിച്ചു. ആട്ടിൻ പാലായിരുന്നുവെങ്കിൽ അത് കൊണ്ടുവന്നു. തൻ്റെ പക്കൽ ഒന്നുമില്ല എങ്കിൽ സഹാബാക്കളോട് അരുളി ഈ അതിഥിയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോകുക. അങ്ങനെ അവരെ അതിഥിസൽക്കാരം നടത്തുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയിലും ഖിയാമത്ത് ദിനത്തിലും വിശ്വസിക്കുന്ന ഏതൊരു 3 കാര്യങ്ങൾ ചെയ്യാനാണോ പറഞ്ഞത്, അവയെല്ലാം ഓരോരുത്തർക്കും മറ്റുള്ളവരുമായുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സമൂഹത്തിൽ പരിപൂർണ ശാന്തി വരുത്തുന്നതായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നല്ല കാര്യം പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അശാന്തി ഉണ്ടാക്കരുത്. അന്യോന്യം വിദ്വേഷം ജനിപ്പിക്കരുത്. ഒരു വിശ്വാസി അനാവശ്യ ദുഷിച്ച കാര്യങ്ങൾ പറയില്ല. രണ്ടാമത്തേത്, തൻ്റെ അയൽക്കാരനെ ആദരിക്കുക. അയൽക്കാരന് വലിയ അവകാശമാണുള്ളത്. അവരെ ആദരിക്കുക, അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ഈ ജൽസയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും മറ്റുള്ളവരുടെ അയൽക്കാരുമാണ്. പങ്കെടുക്കുന്ന അതിഥികളും ജോലി ചെയ്യുന്നവരും, അതിഥികൾക്കായി കാര്യനിർവാഹകരായി ജോലി ചെയ്യുന്നവരും, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതിഥികൾക്കും ജോലി ചെയ്യുന്നവരെ ആദരിച്ച് ബഹുമാനിക്കേണ്ടി വരും. കാര്യനിർവാഹകൾക്കും അതിഥികളെ ആദരിച്ച് ബഹുമാനിക്കേണ്ടതാണ്. പിന്നെ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ഓരോരുത്തരും ആദരവോടെ ബഹുമാനത്തോടെ വർത്തിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ അതിഥികളെ ബഹുമാനിക്കുക. ഇത് പ്രത്യേകമായി ആതിഥേയർക്കാണ്. ഒരു ശാന്തിസുന്ദരമായ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായി ഇതാണ് അടിസ്ഥാനം. അല്ലാഹു തആലയുടെ ആജ്ഞകളിൽ നിന്ന് ഇതൊരു ആജ്ഞയാണ്. ഇത് വിശ്വാസിയുടെ ഒരു അടയാളമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കൂടുതൽ അതിഥികൾ വരുമ്പോൾ സഹബാക്കളിൽ ഭാഗം വയ്ക്കുമായിരുന്നു. പിന്നീട് അതിഥികളോട് ആരായുമായിരുന്നു, നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ ശരിയാവണ്ണം സൽക്കരിച്ചുവോ? പിന്നെ സഹാബാക്കളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം ലഭിച്ചവരും ശിക്ഷണം ലഭിച്ചവരുമായിരുന്നതിനാൽ അവിടുന്ന് നിന്ന് അനുവാദം നേടിയിരുന്നവരായിരുന്നു. അവർ എങ്ങനെയാണ് അതിഥി സൽക്കാരം നടത്തിയതെന്നാൽ, അതിഥികൾ പറയാറുണ്ട്, ഞങ്ങളുടെ ആതിഥേയർ തങ്ങളെക്കാൾ ഉത്തമമായി പരിചരിച്ചു, തങ്ങളെക്കാൾ ഉത്തമമായ ഭക്ഷണം നൽകി. ഈ രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അതിഥി സൽക്കാരത്തിൻ്റെത്. ആ അതിഥികൾ ദീൻ പഠിക്കുന്നതിനും ദീൻ മനസ്സിലാക്കുന്നതിനും വരുന്നവരായിരുന്നു. ഇവിടെ വരുന്നവരും ഇതേ ലക്ഷ്യത്തോടെയാണ് വരുന്നത്. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിളി കേട്ട് കേവലം ദീനി ജൽസയിൽ പങ്കെടുക്കുന്നതിനായിട്ട് മാത്രം ഇവിടെ വരുന്നവരെ സേവിക്കുന്നതിനായിട്ടാണ് നാം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പ്രത്യേകമായി സ്ഥലക്കരിക്കുക, അല്ലാഹു തആലയുടെ അനുഗ്രഹത്താൽ അല്ലാഹു തആല ജമാഅത്തിന്റെ സംവിധാനത്തിലും മുമ്പത്തേക്കാൾ വളരെയധികം വിശാലത ഉണ്ടാക്കിയിട്ടുണ്ട്. ജമാഅത്തി ഏർപ്പാടിന് കീഴിൽ അതിഥി സൽക്കാരം നടക്കുന്നു. മാത്രമല്ല, ചില വീടുകളിൽ തങ്ങുന്ന അതിഥികൾക്കും വേണ്ടി വീട്ടുകാർക്ക് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലങ്കറിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതിന് അനുവാദമുണ്ട്. അതിനുള്ള ഏർപ്പാടുമുണ്ട്. കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ സഹാബാക്കളുടെ അവസ്ഥ ഇതെങ്ങനെയായിരുന്നില്ല. അവർക്ക് വേണ്ടി കേന്ദ്ര ഏർപ്പാടൊന്നുമില്ലായിരുന്നു. അവരുടെ സ്വന്തം അവസ്ഥയും പ്രാരംഭത്തിൽ ഭൂരിഭാഗവും ഇങ്ങനെയായിരുന്നില്ല. അതായത് അവർക്ക് സമൃദ്ധി ഉണ്ടായിരുന്നില്ല, വിശാലത ഉണ്ടായിരുന്നില്ല. എന്നാൽ
കുട്ടികളെയും വിശപ്പോടെ ഉറക്കിയ സ്വയം ഭാര്യ ഭർത്താക്കൾ വിശന്നിരുന്നു, കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നത് അതിഥിക്ക് നൽകിയ സംഭവങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ ഈ പ്രവൃത്തിയിൽ അല്ലാഹു തആല സന്തോഷവാനായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രത്യേക സംഭവങ്ങളെക്കുറിച്ച് അറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് ആരുടെ മാതൃകയാണോ നാം സ്വീകരിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ത്യാഗം ചെയ്തുകൊണ്ട് അതിഥി സൽക്കാരം ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് അല്ലാഹു തആല ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാമിന്റെ ജമാഅത്തിൽ ധാരാളം വ്യക്തികൾ ത്യാഗ മനോഭാവത്തോടെ അതിഥി സൽക്കാരം നടത്തുന്നു. ഇതാണ് നാം ചെയ്യേണ്ടത്. ജമാഅത്ത് സംവിധാനം ഉണ്ടായിട്ടും സ്വയം അതിഥി സൽക്കാരം നടത്തുവാൻ ചിലർ ആഗ്രഹിക്കുന്നു. ഡ്യൂട്ടിയിലുള്ള കാര്യനിർവാഹകർ ഏത് സേവനത്തിൽ നിയമിതനായാലും അവരിൽ ചിലരല്ല, എല്ലാവരും 100% ത്യാഗമനോഭാവത്തോടെ സംസ്കാരത്തോടെ അതിഥി സംസ്കാരം നടത്തുക. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ബിഷപ്പിന്റെ ത്യാഗം നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. ഇക്കാലത്ത് ഉള്ള ത്യാഗം, കാര്യനിർവാഹകർ ചെയ്യുന്ന ത്യാഗം, അത് സമയത്യാഗമാണ്. എന്നാൽ ഇതിനോടൊപ്പം വികാരത്തിന്റെ ത്യാഗവും ആവശ്യപ്പെടുന്നു. ചില സമയത്ത് അതിഥികൾ അനുചിതമായി രീതിയിൽ പെരുമാറുന്നു. ആ അവസ്ഥയിൽ വികാരങ്ങളുടെ ത്യാഗവും ആവശ്യമായി വരുന്നു. ക്ഷമ കൈക്കൊള്ളേണ്ടി വരുന്നു, നിശബ്ദരാകേണ്ടി വരുന്നു. അതിഥികളിൽ നിന്ന് നമുക്ക് ശുഭപ്രതീക്ഷയുള്ളത് കൊണ്ട് നിശബ്ദരാകേണ്ടി വരുന്നു. ഇവർ നല്ല ഉദ്ദേശത്തോടെ ആത്മീയ ധാർമ്മിക ദാഹം അകറ്റുന്നതിനായി വന്നിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഏതെങ്കിലും തെറ്റിദ്ധാരണ മൂലം അവർ അതിരുകടന്ന് പ്രവർത്തിക്കുന്നതാകാം. അതുകൊണ്ട് നാം ക്ഷമ ചോദിച്ചുകൊണ്ടായാലും തങ്ങളുടെ തെറ്റില്ലെങ്കിലും അവരുടെ ആവശ്യം നിറവേറ്റണം. ഇതാണ് ഉന്നതമായ ധാർമ്മിക ഗുണം നമുക്ക് അതിഥികൾക്കായി കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇതാണ് ഇക്കാലത്ത് ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാമിൻ്റെ സ്വന്തം തങ്ങളുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതിലൂടെ അവിടുന്നിൻ്റെ അതിഥികളോടുള്ള ഹൃദയവികാരം, അതിഥി സൽക്കാരത്തിൻ്റെ ഉന്നത നിലവാരം നിലനിർത്തിയത് ദൃശ്യമാകുന്നു. ഒരിക്കൽ ഒരു ദൂരപ്രദേശത്ത് നിന്ന് വന്ന അതിഥികൾ ലങ്കർഖാനയിലെ ഡ്യൂട്ടിക്കാർ അവരുടെ സാധനം ഇറക്കുന്നതിന് നിരാകരിച്ചപ്പോൾ പിണങ്ങി തിരിച്ചുപോയി. ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാം ഇക്കാര്യത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ വിവരിക്കുന്നു, അവിടുന്ന് അതേ അവസ്ഥയിൽ ഷൂസ് ഇടുന്നതും ബുദ്ധിമുട്ടായിരുന്നു. ഏതോ വലിയ ആപത്ഘട്ടത്തിലെന്ന പോലെ, ആ അത്യവസര ഘട്ടത്തിലെന്ന പോലെ വേഗം അവരുടെ പിറകെ പോയി നടന്നുകൊണ്ട്. അവർ കുതിരവണ്ടിയിലായിരുന്നു. ഏതായിരുന്നാലും അവക്കിയപ്പോൾ ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാം സ്വയം പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ കുതിരവണ്ടി നിർത്തി ഇറങ്ങി. ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാം അവരോട് മാപ്പ് ചോദിച്ചു, തിരിച്ചു വരുവാൻ പറഞ്ഞു. അവരുടെ കുതിരവണ്ടി തിരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുക, ഞാൻ നിങ്ങളോടൊപ്പം യാത്ര നടന്നുകൊള്ളാം. ഏതായിരുന്നാലും അതിഥികളും നാണിച്ചുപോയി. കുതിരവണ്ടിയിൽ ഇരുന്നില്ല, നടന്നു. അങ്ങനെ തിരിച്ച് ലങ്കർഖാനയിലെത്തിയപ്പോൾ ഹദ്റത്ത് മസീഹ് മുസ്തഫ വസ്സലാം സ്വയം അവരുടെ സാധനങ്ങൾ ഇറക്കുവാൻ തുടങ്ങി. അതിനായി കൈനീട്ടി. ഇതിൽ ആദ്യമേ നാണിച്ചിരുന്ന ഖുദ്ദാം പെട്ടെന്ന് മുന്നോട്ട് വന്ന് അതിഥികളുടെ സാധനങ്ങൾ ഇറക്കി. ഹദ്റത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭക്ഷണത്തിൻ്റെയും താമസത്തിൻ്റെയും തൃപ്തികരമായ ഏർപ്പാടാകുന്നത് വരെ അവിടെ തന്നെ സന്നിഹിതനായിരുന്നു.
അവിടുന്ന് തൻ്റെ കാര്യനിർവാഹകരോട് പറയുകയുണ്ടായി, നോക്കൂ, ധാരാളം അതിഥികൾ വന്നിട്ടുണ്ടാകും. ഈ അവസരത്തിൽ അവിടുന്ന് പറഞ്ഞു, ചിലരെ നിങ്ങൾ തിരിച്ചറിയും, ചിലരെ പരിചയമില്ല. അതുകൊണ്ട് എല്ലാവരെയും ആദരവിനർഹരായി മനസ്സിലാക്കി അവരെ സൽക്കരിച്ച് സേവനം ചെയ്യുന്നതാണ് ഉചിതം. അരുളുന്നു, നിങ്ങളിൽ എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. അതിഥികൾക്ക് വിശ്രമം നൽകുന്നു. അതുകൊണ്ട് ഈ ശുഭപ്രതീക്ഷ നിങ്ങൾ ഇന്നും നിലനിർത്തണം. ഇതിനുശേഷം ഞാൻ അതിഥികളോടും കുറച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അന്യോന്യം പരിഗണിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എല്ലാവരുടെയും ബാധ്യതയാണ്. അതിഥികളും ആതിഥേയരും ഇസ്ലാം നമുക്ക് അതിഥികളും ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ബോധന നൽകുമ്പോൾ കൂടെ തന്നെ അതിഥികൾക്കും ആജ്ഞകളുണ്ട്. നിങ്ങൾ ആതിഥേയർക്ക് കൂടുതൽ ഭാരമാകരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളുകയുണ്ടായി, കൂടുതൽ നീണ്ട കാലം ആരുടെയെങ്കിലും പകൽ അതിഥിയായി നിക്കൽ വീട്ടുകാർക്ക് ഭാരമാകരുത്. അത് നിങ്ങൾ സദക്ക വാങ്ങുന്നത് പോലെയാണ്. എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെയാകില്ല. അതായത് ആദ്യം മുതൽ അവസാനം വരെ അതിഥി സൽക്കാരം ഒരുപോലെ ചെയ്യാൻ കഴിയില്ല. അതിഥികൾക്കുള്ള ആജ്ഞ, നിങ്ങൾ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുക. കൂടുതൽ നിൽക്കണമെങ്കിൽ വീട്ടുകാർ കഴിയുന്നതുപോലെ കഴിയുക. വീട്ടുകാരുടെ ജോലികളിലും മറ്റും എന്തെങ്കിലും സഹായം ആവശ്യമായാൽ ചെയ്തു കൊടുക്കണം. ഈ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും സാധാരണയായി ജനങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഒരു സുന്ദര സമാജത്തിനായി അത്യാവശ്യം. എവിടെയാണോ ഈ അനുഭൂതി ജനിക്കുന്നത്, മറ്റേ വ്യക്തി ഞങ്ങളിൽ ഭാരമാണ്, അവിടെ വിനയത്തിലും സ്നേഹത്തിലും കുറവ് വരുന്നു. ഇതിൽ കുറവ് വരുമ്പോൾ പിന്നെ അവസ്ഥ സന്തോഷകരമാവില്ല. അതുകൊണ്ട് അതിഥികളും ഓർത്തിരിക്കുക, അതിഥികളുടെയും ബാധ്യതയാണ് തങ്ങളുടെ മേലുള്ള ബാധ്യതകൾ നിറവേറ്റുക. അതിഥികളുടെ അവകാശമായ അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ ആതിഥേയരുടെയും അവകാശങ്ങളുണ്ട്. ആതിഥേയരുടെയും അവകാശങ്ങൾ നൽകുക, അവർക്ക് ഭാരമാകാതിരിക്കുക. ഈ അവകാശം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിവസങ്ങളിലേക്ക് ഇവിടെ സംഘാടകരോട് ഞാൻ ഇതും പറയുകയാണ്, നമ്മുടെ ജൽസയിൽ വന്നിരിക്കുന്ന അതിഥികൾ 1 മാസം നിൽക്കുകയാണെങ്കിലും അവർക്ക് അതിഥി സൽക്കാരം നാം നടത്തേണ്ടതാണ്. 3-4 ദിവസത്തിന് ശേഷം നാം അതിഥി സൽക്കാരം നിർത്തേണ്ടതാണെന്ന് മനസ്സിലാക്കരുത്. ഹദ്റത്ത് മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജോലികളുടെ വിഷയവുമായി ലങ്കർഖാനയുടെ സ്ഥാപനവും ഒരു ശാഖയായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ലങ്കറിൽ വരുന്നവരോട് എപ്പോൾ വന്നാലും ജൽസയുടെ ദിവസങ്ങളിലല്ലാതെ സാധാരണ ദിവസങ്ങളിലും ഉന്നത സംസ്കാരത്തോടെ പെരുമാറേണ്ടതാണ്. പിന്നെ സുന്ദര സമാജത്തിനായുള്ള ഒരു ആജ്ഞ അതിഥികൾ പ്രത്യേകമായി ഈ ജൽസയുടെ സാഹചര്യത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. അതാണ് സലാം പറയുന്ന ശീലമുണ്ടാക്കുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകുന്നവരുടെ ഒരു പ്രത്യേകത ഇതും പറഞ്ഞിരിക്കുന്നു, അവർ സലാം പറയുന്ന ശീലമുള്ളവരായിരിക്കും. പിന്നീട് അവിടുന്ന് അരുളുന്നു, ഏതുപോലെ നിങ്ങൾക്ക് പരിചയമുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ അവർക്ക് സലാം പറയുക. പിന്നെ ഹദ്റത്ത് മസീഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമും ജൽസയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഇതാണ് വിവരിച്ചത്. അതായത് ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് സ്നേഹത്തിൻ്റെ ബന്ധവും പരിചയവും തമ്മിൽ വർദ്ധിക്കട്ടെ. അതുകൊണ്ട് സലാം ഈ സ്നേഹബന്ധവും പരിചയവും വർദ്ധിപ്പിക്കുന്നതിന് നല്ല ഉപാധിയാണ്. സാഹോദര്യവും പരിചയവും വർദ്ധിപ്പിക്കുന്നതിന് പിന്നെ ഇത് ഒരു നല്ല മാർഗമാണ്. ഇതിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട്. ആരുടെ ഇടയിലാണോ ഏതെങ്കിലും തരമായി വിദ്വേഷമുള്ളത്
അതും ദൂരമാകുന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളവർ അവർ തീർത്തും അള്ളാഹുവിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചിന്തയോടുകൂടിയാണ് വരേണ്ടത്. ഒരു ദൈവിക ലക്ഷ്യം മാത്രമാണ് അവർ വരുന്നതിന്. ധാർമ്മിക, വൈജ്ഞാനിക, ആത്മീയ ദാഹം ശമിപ്പിക്കുന്നതിനായിട്ടാണ് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് നേടുന്നതിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ലക്ഷ്യം ഇതായിരിക്കണം. അങ്ങനെ പിന്നെ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാവരും നന്നാക്കിയെടുക്കണം. വിദ്വേഷവും വെറുപ്പും ദൂരീകരിക്കുന്നതിന് കഠിന പ്രയത്നം ചെയ്യേണ്ടതാണ്. പിന്നെ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയുണ്ടായി, അതായത് ജൽസയിൽ വന്നിട്ട് ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് പരിശ്രമിക്കേണ്ടതാണ്. അതായത് പ്രപഞ്ചമോഹം തണുക്കുക, പിന്നെ തൻ്റെ പരിശുദ്ധ നാഥൻ അതുപോലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഹൃദയത്തിൽ സ്ഥാനം പിടിക്കണം. അതുകൊണ്ട് ഈ സ്നേഹം കരസ്ഥമാക്കുന്നതിന് ജലസയുടെ പ്രോഗ്രാമുകളിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുക, ശ്രദ്ധിക്കുക, ചിന്തിക്കുക. ജൽസയുടെ അവസരങ്ങളിലും കറങ്ങി നടക്കുമ്പോഴും ദിക്ർ ഇലാഹി ചെയ്തുകൊണ്ടിരിക്കുക. ജമാഅത്ത് നമസ്കാരം പ്രത്യേക ചിന്തയോടും ശ്രദ്ധയോടും കൂടി അനുഷ്ഠിക്കുക. നഫലുകളും തഹജ്ജുദും നമസ്കരിക്കുന്നതിലേക്കും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇവിടെ താമസമുള്ളവർ, അവർ ഈ സാഹചര്യത്തെ പവിത്രമാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. തങ്ങളുടെ അവസ്ഥകളെ നന്നാക്കുന്നതിനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നവരും അവരുടെയും ബാധ്യത ഈ ലക്ഷ്യം പൂർത്തിയാക്കുന്നവരാകുക. ഏതൊന്നാണോ ജൽസ ലക്ഷ്യം, അതിനാണ് അള്ളാഹു തആലയുടെ സാമീപ്യം നേടുന്നതിന് പരിശ്രമിക്കുക. അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഹൃദയത്തിൽ വർദ്ധിപ്പിക്കുക. ഇത് വളരെ വലിയൊരു ജോലിയാണ്. ഏതെന്നാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേലിട്ടിട്ടുള്ളത്, അതായത് അള്ളാഹു തആലയുടെയും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വിജയിക്കട്ടെ. ജൽസയിൽ പങ്കെടുക്കുന്നവർ ഈ ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് നേടുന്നതിനായി കഠിന പ്രയത്നം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കുക, താങ്കൾ ലക്ഷ്യേറി ജൽസയിൽ വരുന്നതിൻ്റെ ഉദ്ദേശം പൂർത്തിയായി. അപ്പോൾ പിന്നെ താമസം, ഭക്ഷണം അവയെല്ലാം നിസ്സാരമായി മാറുന്നതായിരിക്കും. പ്രധാന ലക്ഷ്യം നാം നമ്മുടെ ആത്മീയ അവസ്ഥയെ നന്നാക്കിയെടുക്കലാണ്, അതിന് പുരോഗതി നേടലാണ്. ഇത് നേടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജൽസയിൽ വരുന്നതിൻ്റെ ഉദ്ദേശ്യം പൂർത്തിയാകും. ഇതുപോലെ സംഘാടകപരമായി അതിഥികൾ ഇക്കാര്യവും ശ്രദ്ധിക്കുക. താൽക്കാലിക വിശാലമായ ഏർപ്പാടുകളിൽ ചില പോരായ്മകൾ ബാക്കിയുണ്ടാകും. എവിടെയെങ്കിലും അങ്ങനത്തെ അവസ്ഥ കണ്ടാൽ കണ്ണടക്കുക. കാര്യനിർവാഹകരോട് ഞാൻ പറയുകയുണ്ടായി, ആരിൽ എന്തെങ്കിലും കഠിന വൈഖരി ഉണ്ടായാൽ ക്ഷമിക്കുക. എന്നാൽ അതിഥികളുടെയും ജോലി, പങ്കെടുക്കുന്നവരുടെയും ജോലി പോരായ്മകൾ കണ്ടില്ലെന്ന് നടിക്കുക. പിന്നെ അങ്ങനെയുള്ള കുറവുകൾ കണ്ടാൽ കാര്യനിർവാഹകരെ സഹായിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ചില അതിഥികൾ വളരെ ആവശ്യത്തോടെ സ്വയം ആതിഥേയനായിക്കൊണ്ട് ജോലിയെടുക്കുവാൻ തുടങ്ങുന്നു. ആവശ്യമെങ്കിൽ ഉദാഹരണത്തിന് കുളിമുറിയുടെ ശുചീകരണം, കൂടുതൽ തിരക്കുള്ളപ്പോൾ ഡ്യൂട്ടിയിലുള്ളവർ മുഴുവനായി ശുചീകരണത്തിനുള്ള ഏർപ്പാട് ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ ചില അതിഥികൾ സ്വയം ആ ഡ്യൂട്ടിക്കാരോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങുന്നു. ഈ വികാരമാണ് ഒരു അഹമ്മദിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതാണ് ആ യഥാർത്ഥ ആത്മാവ്. തമ്മിലുള്ള വിനയാന്യത സമാജ നിർമ്മാണത്തിന് ഉതകുന്നത്. അതിഥികൾ കേവലം കാര്യനിർവാഹകരെ പരീക്ഷിക്കുന്നതിനും വീക്ഷിക്കുന്നതിലും സമയം പാഴാക്കരുത്. എന്നാൽ ആവശ്യം വന്നാൽ എല്ലാ വിഭാഗത്തിലും ഞാൻ പറഞ്ഞതുപോലെ സഹായികളായി തീരുക. ഇതുപോലെ പാർക്കിംഗ് ഏരിയയിലും ചിലപ്പോൾ തിരക്കിൻ്റെ അവസ്ഥയിൽ അത്യവസരാവസ്ഥ സംജാതമാകുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ കാറുകളിൽ വരുന്നവർ ക്ഷമയോടും സഹനത്തോടും കൂടി സംഘാടകരോട് സഹകരിക്കുക. ചില സമയത്ത് പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഇരുവശത്തു നിന്നും പരാതികൾ വരുന്നു. വരുന്ന പുരുഷന്മാരും വനിതകളും പരിപൂർണമായി സഹകരിക്കുന്നില്ല. ഇതുപോലെ പ്രവേശന മാർഗങ്ങളിൽ അവിടെ സ്കാനിങ്ങിൻ്റെ ഏർപ്പാടുകളുമുണ്ട്.
അവിടെ സാധാരണയായി വരികൾ ഉണ്ടാകും. ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃക കാണിക്കേണ്ടി വരും. എന്നാൽ ചില സമയത്ത് ചില 1-2 പേർ കാരണമായി അവസ്ഥ മോശമാകുന്നു. അവിടെ എല്ലാവരും പരിപൂർണമായും ക്ഷമയുടെ ദൃശ്യം കാണിക്കേണ്ടതാണ്. കുറച്ച് സമയമെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. വരിവരിയായി വരുന്നത് നല്ല രീതിയിൽ കടന്നു പോകുന്നതാണ്. പിന്നെ ജൽസകായിൽ ഇരിക്കുന്നവർ ജൽസകളുടെ ഇടയിൽ എപ്പോഴും പറയാറുള്ളതാണ്, തങ്ങളുടെ ഇടതും വലതും കണ്ണുവയ്ക്കുക. ഇതുപോലെ കറങ്ങി നടക്കുമ്പോഴും തങ്ങളുടെ ചുറ്റുപാടുകളിൽ ദൃഷ്ടി പതിപ്പിക്കുക. സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് സംഘാടകർ എന്ത് നിർദ്ദേശം തന്നാലും അത് പ്രാവർത്തികമാക്കുന്നതായി പരിപൂർണമായി പരിശ്രമിക്കുക. എല്ലാത്തിനും ഉപരിയായി ജൽസയുടെ വിജയം, ജൽസയിൽ വന്നതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് എല്ലാ അപകടകാരികളുടെയും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ജമാഅത്തിൻ്റെ പുരോഗതി അസൂയക്കാരുടെ അസൂയ വർദ്ധിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഇതിലേക്ക് ധാരാളം ശ്രദ്ധയുടെ ആവശ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ പാകിസ്ഥാനിലും അഹമ്മദികളുടെ അവസ്ഥയെക്കുറിച്ച് ദുആ ചെയ്യുക. അവിടെയും അവസ്ഥ വീണ്ടും എതിർപ്പിലേക്കാണ് പോകുന്നത്. അല്ലാഹു തആല അവർക്കും ശാന്തിപൂർണമായ ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാ അപായങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കട്ടെ. എതിരാളികളുടെ പുതിയതും പഴയതുമായ പദ്ധതികളെ വിഫലവും പരാജിതവുമാക്കി തീർക്കട്ടെ. ഇതും കൂടാതെ ജൽസയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ കൊല്ലവും വിവിധ വിഭാഗങ്ങൾ, ആർക്കൈവ്സ്, റിവ്യൂ ഓഫ് റിലീജിയൻസ്, ഇത് മസ്നെ തസാവിർ ഉണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്. അവർ തങ്ങളുടെ പ്രദർശനങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വളരെ പ്രയോജനകരമായ വൈജ്ഞാനികപരമായ പ്രദർശനങ്ങളാണ്. ഇതും വിരാമ സമയങ്ങളിൽ കാണുന്നതിന് ഇതുകൂടാതെ ഒരു വിളംബരമുണ്ട് MTA ഭാഗത്തു നിന്നും. ഇന്ന് അവരുടെ ഒരു പുതിയ ആപ്പ് ലോഞ്ച് ആകും. MTA ഇന്റർനാഷണലിന്റെ ഭാഗമായി ഒരു സ്മാർട്ട് TV ആപ്പാണ്. ഏത് രാജ്യത്തും ഇനി ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് LG, ഫിലിപ്സ്, ആമസോൺ, 5TV, സോണി, ആൻഡ്രോയിഡ്, KTV സെറ്റുകളിൽ ഡിഷ് ആൻഡ് MTA എല്ലാ ചാനലുകളും, അതായത് MTA 1, MTA 2, MTA 3, MTA അൽ അറബിയ, MTA ആഫ്രിക്ക കാണാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അമേരിക്കയിൽ ആദ്യമേ തന്നെ MTA സാംസങ് പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. ഇതിലും വിളംബരവുമായിരുന്നു. പുറത്തു താഴ്ന്നവർ ഇതുമൂലം പ്രയോജനം നേടാവുന്നതാണ്. ഇപ്പോൾ ജുമാക്ക് ശേഷം ഞാൻ ഇതിൻ്റെ ലോഞ്ച് ചെയ്യുന്നതുമായിരിക്കും. അല്ലാഹു തആല ജൽസ എല്ലാ നിലക്കും അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. നിങ്ങളെല്ലാവർക്കും പരിപൂർണമായും പ്രയോജനമെടുക്കുന്നതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر